ഓം സായിറാം. എല്ലാവർക്കും സായി കൃപവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാനും ബാബയും എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ. കാരണം എങ്ങനെയാണ് ഞാൻ ബാബയെ അറിയുന്നതും ബാബ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതും എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു 8 വർഷങ്ങൾക്ക് മുൻപ്, കറക്റ്റായിട്ട് പറഞ്ഞാൽ എൻ്റെ ഒരു 25ാമത്തെ വയസ്സിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ക്യാൻസറായിരുന്നു അമ്മയ്ക്ക്. വളരെ ലാസ്റ്റ് സ്റ്റേജിലാണ് അറിയുന്നതും. അതിന് തുടർന്ന് ഒരു 6 മാസം വല്ലാതെ കഷ്ടപ്പെട്ട് അങ്ങനെയായിരുന്നു അമ്മയുടെ അവസാന ടൈമെന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്ട്രോങ്ങസ്റ്റ് പില്ലർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരാൾ. ഞാൻ വീട്ടിൽ ഒരാൾ മാത്രമായിരുന്നു, കാരണം വേറെ സിബ്ലിങ്സ് ഒന്നുമില്ല. അപ്പോൾ എല്ലാം പാരൻസിനോടായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും മാത്രമായിരുന്നു വീട്ടിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ട്രോങ് ബോണ്ടിൽ നിന്നും പെട്ടെന്ന് ഒരാൾ പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു വാക്യൂം എന്ന് പറയില്ലേ, ഒരു ശൂന്യത, അത് ഒരാളെ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു സമയം. അതും പെട്ടെന്നായിരുന്നു അസുഖത്തിനെക്കുറിച്ച് അറിയുന്നതും. അത് അറിഞ്ഞു തുടങ്ങിയുള്ള ഒരു 6 മാസം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയെപ്പോലെ സ്ട്രഗിൾ ചെയ്തൊരു പീരീഡ് കൂടെ ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ആ ഒരു ടൈമിൽ അമ്മ പോകുന്ന സമയത്ത് ഇനി എന്തെന്നുള്ള ഒരു കൺഫ്യൂഷനല്ല, ഇനിയൊന്നും ഞങ്ങൾക്കിനി ഒരു ജീവിതം ഇല്ലെന്നുള്ള ഒരു സ്ഥിതിയായിരുന്നു എൻ്റെയും അച്ഛൻ്റെയും ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും ക്രൂഷ്യൽ എന്ന് പറയുന്നത്, അമ്മ പോകുന്ന ആ ടൈം മന്ത് ഒക്ടോബർ 2, നവംബർ 3 എൻ്റെ മാരേജ് ഫിക്സായി എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിരിക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ അതും ബാബ നടത്തി തന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടൈമിൽ ഞാൻ അതുവരയ്ക്കും നമ്മൾ പറയില്ലേ, ദൈവത്തിനോട് വല്ലാത്തൊരു വിശ്വാസം, കഴിയുമ്പോഴൊക്കെ അമ്പലങ്ങൾ പോകുന്ന ഒരാൾ, അങ്ങനെയൊക്കെ ഇരുന്ന ഒരാൾ, ആ ഒരു 6 മാസവും എൻ്റെ പ്രാർത്ഥന വെറും എങ്ങനെയെങ്കിലും അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണമെന്നുള്ള ഒറ്റ പ്രാർത്ഥന. പക്ഷെ അതൊന്നും നടന്നില്ല എന്നതുകൊണ്ട് തന്നെ ദൈവത്തിനോടുള്ള അതുവരെയുള്ള എൻ്റെ എല്ലാ വിശ്വാസങ്ങളും പോയിരിക്കുന്ന ഒരു സമയമാണ്. അതിനുശേഷം ഞാൻ ഒരു അമ്പലങ്ങളിലും പോയിട്ടില്ലായിരുന്നു. ദൈവമില്ല എന്നുള്ളത് പലവട്ടം ഞാൻ പലരോടും, ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റ് പലരും എന്നോട് പറയുമ്പോൾ ഞാൻ പറയുന്നത് ദൈവം കണ്ണില്ലാത്തവനും ചെവിയില്ലാത്തവനുമാണെന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കൊരു എന്നുവെച്ചാൽ അതെനിക്ക് അത്രയ്ക്ക് താങ്ങാൻ പറ്റാത്തൊരു വിഷമമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. എന്തോ ഒരു വലിയൊരു നഷ്ടം തന്നെയാണ്. അത് എല്ലാവർക്കും അങ്ങനെയാണ് എന്നെപ്പോലെ. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത ടൈം ആകുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ പാടായിരിക്കും. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് പോകുന്ന സമയത്ത്, എവിടെയോ പോയി വരുന്ന സമയത്ത്, ഞാൻ അമ്പലങ്ങളിലൊന്നും പോകാറില്ലായിരുന്നു. പോയി വരുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ താമസിക്കുന്നിടത്തു നിന്നും ഒരു അരമണിക്കൂർ ഡിസ്റ്റൻസിൽ ഞാൻ ഇതുവരേക്കും കാണാത്ത ഒരു ടെമ്പിൾ മോഡൽ കാണുകയാണ്. കണ്ടാൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു മോഡൽ. അപ്പോൾ അത് അമ്പലമാണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെ ഇറങ്ങുകയും, അപ്പോൾ എല്ലാവരും പറയുകയാണ്, അവിടെ നിന്നവർ പറഞ്ഞത് സായിബാബ ടെമ്പിളാണ് എന്ന് പറയുന്ന സമയത്ത് വെറുതെ എന്താണ് ഒന്ന് കാണാൻ, അറ്റ്മോസ്ഫിയർ കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് തന്നെ എന്താണെന്നൊന്ന് കാണാം എന്ന് പറഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്ക്. ഞാനവിടെ പോകുന്ന ടൈമിൽ ബാബയുടെ ഷേജാരതി കഴിഞ്ഞ് ആ ഷേജാരതി കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ ആ അതിൻ്റെ പുകയായിരുന്നു ഫുള്ളും. അതിൻ്റെ നല്ലൊരു സ്മെല്ല്. അതുപോലെ ബാബയുടെ വേഷം എന്ന് പറയുന്നത് വെള്ള വസ്ത്രമാണ്. കാരണം ഷേജാരതി സമയമായതുകൊണ്ടാണ്. നല്ല വെള്ള ഡ്രസ്സ്, നല്ല വൈറ്റ് അപ്പിയറൻസ്. അപ്പോൾ നമ്മൾ വെള്ള എന്ന് പറയുമ്പോൾ എപ്പോഴും വൈറ്റ് എന്ന് പറയുന്നൊരു സമാധാനത്തിൻ്റെ ഒരു സിമ്പലാണ്. കാണുമ്പോൾ തന്നെ വളരെ ഒരു പീസ്ഫുള്ളായ ഒരു എനിക്ക് മൈൻഡിൽ അങ്ങനെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ആ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് ബാബയുടെ ഒരേ ഒരു മന്ത്രം, ഓം ശ്രീ സായിനാഥായ നമഃ. ഇതായിരുന്നു അവിടെ നിന്ന് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് സമയം ഇരുന്നപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനം, അത്രയ്ക്കൊരു ഫീലേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല, കാരണം അങ്ങനെ ഒരു വിശ്വാസമൊന്നും എനിക്കില്ലാത്തൊരു ടൈമാണ്. തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. പക്ഷേ ഈ ഒരു ടൈമിലും എനിക്കുള്ളൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. കാരണം ഈ അമ്മ മരിച്ചു കഴിഞ്ഞ സമയം മുതൽ അങ്ങോട്ട് എനിക്ക് ഈ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. കാരണം ഞാൻ എപ്പോഴും ഉറങ്ങുമ്പോഴും എനിക്ക് എൻ്റെ സ്വപ്നങ്ങളിലെല്ലാം വരുന്നത് അമ്മയുടെ ആ ലാസ്റ്റ് നിമിഷവും, അമ്മയ്ക്ക് വയ്യാതായിരുന്നപ്പോൾ അമ്മ അനുഭവിച്ച ബുദ്ധിമുട്ടും ഇപ്പോഴും എൻ്റെ മുമ്പിൽ വന്നിരുന്ന് കരയുന്ന ഒരവസ്ഥയാണ് ഞാൻ എപ്പോഴും കാണുന്നത്. അത് ഒരു ദിവസം പോലും ഞാൻ കാണാത്തൊരു ദിവസമല്ല. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് മേ ബി ആ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. കാരണം അമ്മ ഉണ്ടായിരുന്ന സമയത്തുള്ള സഫറിങ്സൊക്കെ വീണ്ടും ഇങ്ങനെ എൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഡൗട്ട്, കാരണം വീട്ടിൽ അച്ഛനോട് ഷെയർ ചെയ്യാൻ പറ്റില്ല. കാരണം അച്ഛനും വളരെ ഡിപ്രഷൻ സ്റ്റേജിലിരിക്കുന്ന സമയം. ഞാനിത് പോയി
പറയുന്ന സമയത്ത് കൂടുതൽ വിഷമിക്കുകയുള്ളൂ. അപ്പം എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഒരുപാട് പേരോട് ഞാൻ പറയുന്നുണ്ട്, കാരണം ഇങ്ങനെ അമ്മയെ ഞാൻ സ്വപ്നം കാണുന്നുണ്ട്, വളരെ മോശം അവസ്ഥയിലാണ്, കരയുന്ന രീതിയിലൊക്കെയാണ്. അതെന്തോ എനിക്ക് എൻ്റെ മൈൻഡ് കുറച്ചുകൂടി ഡിസ്റ്റർബ്ഡ് ആവുകയാണ് ഇത് കാണുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഈ ബാബ കോവിലിൽ പോയിട്ട് വരുന്ന സമയത്ത് അന്നത്തെ ദിവസം മനസ്സ് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിരുന്ന ഞാൻ അന്നത്തെ ദിവസം എനിക്ക് നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്നൊരവസ്ഥ ഒരു വർഷങ്ങൾക്ക് ശേഷം എനിക്ക് കിട്ടുകയാണ് ആ ദിവസം. അപ്പോൾ അടുത്ത ദിവസം ഞാൻ അമ്മയെക്കുറിച്ച് ഒരു സ്വപ്നവും കാണുന്നില്ല, അങ്ങനത്തെ ഒരു കാര്യവും കാണുന്നില്ല. കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു വർഷത്തിന് ശേഷം ഞാൻ നന്നായിട്ട് ഉറങ്ങുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ആ ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. കാരണം ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ബാബ കോവിലിൽ പോകുന്നതും ബാബയെ കാണുന്നതും. ആ ഒരു മന്ത്രം ഇങ്ങനെ എൻ്റെ മനസ്സിലുണ്ട് ആ ടൈമിൽ. അപ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നൽ, എന്നെ അലട്ടിയിരുന്ന ഈ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിരിക്കാം ബാബ എന്ന് പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബ്സിൽ സെർച്ച് ചെയ്യുകയാണ്. എനിക്ക് അതുവരേക്കും അറിയില്ല ബാബ ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട് ബാബ എന്താണ്, ബാബയുടെ ഹിസ്റ്ററി എങ്ങനെയാണ്, ബാബയുടെ എന്തെങ്കിലും ഒരു മന്ത്രമുണ്ടോ, അങ്ങനെയൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ബാബയെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് ബാബ മഹാപാരായൺ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്യുകയാണ്. അന്ന് തുടങ്ങി അങ്ങോട്ട് ആദ്യം ഞാൻ PDF ഡൗൺലോഡ് ചെയ്തായിരുന്നു സച്ചരിത്ര വായിച്ചുകൊണ്ടിരുന്നത്. വായിക്കുന്ന സമയത്തും എൻ്റെ ഒരേ ഒരു പ്രെയർ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഈ കാണുന്ന ഒരു സ്വപ്നം അതെനിക്കുണ്ടാകരുത്, കാരണം എനിക്കത് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്വപ്നം എന്നിൽ നിന്ന് മാറ്റിത്തരുന്ന നിമിഷം മാത്രമേ ഞാൻ ബാബയെ വിശ്വസിക്കുകയുള്ളൂ എന്നുള്ളൊരു ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രെയറോട് കൂടിയാണ് ഞാൻ എൻ്റെ ബാബ പാരായണം തുടങ്ങുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ PDF വായിക്കുന്ന സമയത്ത് എനിക്കൊരാഗ്രഹം ബാബയുടെ ബുക്കൊന്ന് വാങ്ങിക്കണം. പക്ഷേ എങ്ങനെയാണ്, എവിടെ നിന്നാണ് വാങ്ങിക്കേണ്ടതെന്നൊന്നും അറിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പാരായൺ ഗ്രൂപ്പിൽ തന്നെ ഒരു ഡിവോട്ടി ഒരു മെസ്സേജ് ഇടുകയാണ്, ഞാൻ സായി സച്ചരിത്ര ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് ബുക്ക്, അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ ഈ ഒരു നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക, ലിമിറ്റഡ് കോപ്പീസ് മാത്രമേ ഉള്ളൂ, ഷിരഡിയിൽ നിന്ന് നേരിട്ടുള്ള ബുക്സാണ് ഞാൻ കൊടുക്കുന്നത്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കോപ്പീസ് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളതെന്ന്. അങ്ങനെ ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവരോട് പറയുന്നത്, ഡൊണേഷൻ എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് എനിക്ക് ഒരു ബുക്ക് വേണം, എന്താണ് പ്രൊസീജിയർ എന്ന് കേൾക്കുന്ന സമയത്ത് അവർ പറയുന്നത്, നിങ്ങളുടെ അഡ്രസ്സ് മാത്രം എനിക്ക് അയച്ചു തന്നാൽ മതി, ബുക്ക് ഞാൻ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് എല്ലാവർക്കും കൊടുക്കുന്നത്, കൊറിയർ ചാർജ് മാത്രം നിങ്ങൾ കൊടുത്ത് വാങ്ങിച്ചാൽ മതിയാകുമെന്ന് പറഞ്ഞ് എനിക്ക് അവർ ആ ഡിവോട്ടിയോട് ഇപ്പോഴും ഞാൻ മനസ്സ് നിറഞ്ഞ് നന്ദി പറയുകയാണ്. ഡിവോട്ടി വഴിയാണ് എനിക്ക് ബുക്ക് കിട്ടുന്നത്. യഥാർത്ഥത്തിൽ സായി സച്ചരിത്ര എൻ്റെ കയ്യിൽ കിട്ടുന്ന സമയം മുതലാണ് ഞാൻ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യാൻ തുടങ്ങിയതും വായിക്കാൻ തുടങ്ങിയതും. അപ്പോൾ എനിക്ക് വായിക്കുന്ന സമയത്തും എനിക്ക് എൻ്റെ ഒരു സ്വപ്നത്തിനുള്ള വീണ്ടും ഞാൻ സ്വപ്നം കാണുകയാണ്. അന്നൊരു ദിവസം പോയതിനു ശേഷം വീണ്ടും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് റിപ്പീറ്റഡായിട്ട്. അങ്ങനെ എൻ്റെ സൊല്യൂഷൻ ഞാൻ സായി സച്ചരിത്രയിലൂടെ തേടുകയാണ്. ഒരുപാട് പേര് പറയാറുണ്ട്, നമ്മൾ ആത്മാർത്ഥമായി സായി സച്ചരിത്ര വായിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ പ്രോബ്ലംസിനുമുള്ള സൊല്യൂഷൻ അതുവഴി കിട്ടുമെന്ന്. എനിക്കും കിട്ടിയ ഒരു ദിവസം ഒരു അധ്യായത്തിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ അച്ഛനെ ദിവസവും, നിങ്ങൾ സായി സച്ചരിത്ര വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കും, ദിവസവും സ്വപ്നം കാണുകയും അത് അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നുവെന്നും അദ്ദേഹം ഒരിക്കൽ ഷിരഡിയിൽ പോവുകയും ഷിരഡി മസ്ജിദിൻ്റെ പടികൾ കയറുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് ബാബ വിളിക്കുകയും പക്ഷേ വിളിക്കുന്ന സ്വരമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അതേ സൗണ്ടിലായിരുന്നുവെന്നും ഉള്ളൊരു അധ്യായം. അതിൽ ബാബ അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, നീ എന്നും കിടക്കാൻ നേരത്ത് എൻ്റെ ഫോട്ടോയിൽ ഒരു വിളക്ക് കത്തിക്കുകയും എൻ്റെ ഉധി നീ എടുത്തിട്ടാണ് നീ കിടക്കുന്നതെങ്കിൽ നിന്നെ അലട്ടുന്ന ആ ഒരു സ്വപ്നം നിന്നിൽ നിന്ന് മാഞ്ഞു പോകുമെന്നുള്ള ഒരു അധ്യായം വായിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ പ്രാർത്ഥനയുടെ സൊല്യൂഷൻ കിട്ടിയെന്നുള്ളതാണ് കേട്ടോ. അന്ന് മുതൽ ഞാൻ ബാബയുടെ ഫോട്ടോ വാങ്ങുകയും ബാബയ്ക്ക് ഡെയിലി വിളക്ക് കൊളുത്താൻ തുടങ്ങുകയും ഉറങ്ങുന്ന സമയത്ത് അന്ന് ഞാൻ ബാബ കോവിലിൽ നിന്ന് കൊണ്ടുവന്ന ഉധി ഉണ്ടായിരുന്നു, ഉധി എടുക്കുകയും ചെയ്തു. അന്ന് മുതൽ അങ്ങോട്ട് ഞാൻ അങ്ങനത്തെ ഒരു സ്വപ്നവും ഇന്ന് ഈ നിമിഷം വരയ്ക്കും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അമ്മയെക്കുറിച്ച്. പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ടായിരുന്നു, എൻ്റെ പ്രയേഴ്സിൽ ഉൾപ്പെടുത്താത്തൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം അമ്മ, ഞാൻ പറഞ്ഞല്ലോ, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മളെ വിട്ടു പോകുന്നത്. അമ്മയോടൊന്ന് സംസാരിക്കണം എന്നുള്ളൊരു കാര്യം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഒന്ന് സന്തോഷത്തോടെ സംസാരിക്കണം, എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് അമ്മയോട് പറയണം എന്നൊക്കെ ഉള്ളൊരു ഫീല്. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന ആഹാരങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ. ഇങ്ങനെ ഒരു നടക്കില്ലെന്നറിയാമെങ്കിലും മനസ്സിലൊരാഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് ബാബ സാധിച്ചു തന്നത്, അതിൽ തുടങ്ങി അങ്ങോട്ട് ഞാൻ കാണുന്ന ഓരോ സ്വപ്നങ്ങൾ, ഓരോരോ നല്ല ദിവസങ്ങൾ വരുമ്പോൾ, നമ്മുടെ ഒരു ബർത്ത്ഡേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വരുന്ന സമയത്തൊക്കെ ഞാൻ അതിൻ്റെ തൊട്ട് തലേദിവസം കാണുന്ന സ്വപ്നമെന്ന് പറയുന്നത് റിയലായിട്ട് എൻ്റെ അമ്മ എൻ്റെ മുമ്പിൽ ഇപ്പോൾ വന്നാൽ എങ്ങനെയായിരിക്കുമോ അതേ രീതിയിലുള്ള സ്വപ്നം ഞാൻ കാണാറുണ്ട്. എൻ്റെ അമ്മ ഫുഡ് വാരിത്തരുന്നത് ഞാൻ കാണാറുണ്ട്. എൻ്റെ ഓരോ നല്ല നിമിഷങ്ങളും ഞാൻ അമ്മയുമായിട്ട് പറയുന്നതും തിരിച്ച് എൻ്റെ അമ്മ ജീവനോട് ഉണ്ടായിരുന്നാലുള്ള റിപ്ലൈ എങ്ങനെയായിരിക്കുമോ അതെല്ലാം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ആ രീതിയിലുള്ള സ്വപ്നങ്ങൾ ഞാൻ കാണാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ അത് വരുന്നത് എൻ്റെ അമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം
ബാബയെ കണ്ട നിമിഷം മുതലാണ് എനിക്ക് അങ്ങനെ ഒരു കാര്യവും അങ്ങനെ ഒരു തോന്നലുമൊക്കെ ഉണ്ടായത്. പിന്നെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വലിയൊരു അനുഗ്രഹം ഞാൻ ബാബയോട് ചോദിക്കാതെ ബാബ എനിക്ക് തന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു അമ്മയുടെ ഒരു വാക്വമെന്ന് പറയുന്നത് മറ്റാരാലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയാറുണ്ട്. പക്ഷേ ഒരു വർഷം എനിക്ക് അങ്ങനെയായിരുന്നു. എന്ന് തുടങ്ങി ബാബ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അന്ന് തുടങ്ങി അങ്ങോട്ട് എനിക്ക് എൻ്റെ അമ്മയെപ്പോലെ എൻ്റെ കാര്യങ്ങൾ പറയാനും ഞാനൊന്ന് കരഞ്ഞ് ബാബയുടെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് ഞാനൊന്ന് കരയുന്ന സമയത്ത് എനിക്ക് എവിടെ നിന്നും ഒരു ആശ്വാസം നൽകാനും ഒക്കെ എൻ്റെ അമ്മയെപ്പോലെ എൻ്റെ കൂടെ എൻ്റെ ബാബ ഉണ്ടായിട്ടുണ്ട്, ഇന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരു ഓപ്പണായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം എനിക്ക് അങ്ങനെ വലിയൊരു മിസ്സിങ് ഒന്നും തോന്നാറില്ല. കാരണം ഞാൻ ആവശ്യപ്പെടുന്ന ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയെ എനിക്ക് സ്വപ്നത്തിലെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എവിടെ നിന്നെങ്കിലും ഈ ഒരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ വേണമല്ലോ, ആരോട് ഞാൻ പറയും എന്നെനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ബാബയെ നോക്കി എനിക്ക് പറയാം, സായി സച്ചരിത്രം വായിക്കാം, എല്ലാത്തിലും എനിക്കൊരു സൊല്യൂഷൻ തരുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ എല്ലാം ബാബയാണ്. കാരണം ഞാൻ പറയുന്ന സമയത്ത്, ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എനിക്കൊരു ഹെൽപ്പ് എന്നോണം ബാബ എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. അതിലെനിക്കൊരു മിസ്സിങ് ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തർക്കും ബാബയെ ഓരോരുത്തരും ബാബയെ കാണുന്നത് പല രീതിയിലായിരിക്കാം. പക്ഷെ ഞാൻ കാണുന്നത് എൻ്റെ അമ്മയായിട്ടാണ്. എനിക്കതുകൊണ്ട് തന്നെ ബാബയുടെ ഒരു ചിത്രത്തിൽ നോക്കുന്ന സമയത്ത്, ബാബയെ നോക്കുന്ന സമയത്ത് എനിക്ക് ബാബയുടെ ഫേസിനേക്കാളും ഞാൻ കാണുന്നത് എൻ്റെ അമ്മയുടെ ഫേസാണ് ബാബയിൽ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴൊക്കെയാണോ ആവശ്യപ്പെടുന്നത്, എപ്പോഴൊക്കെയാണോ എനിക്കൊരു വിഷമം വരുന്നത്, വിഷമം മാത്രമല്ല, ഞാൻ എൻ്റെ സന്തോഷങ്ങൾ ഞാൻ ബാബയോട് പങ്കുവയ്ക്കാറുണ്ട്. എൻ്റെ ഓരോ ദിവസം തീരുന്ന സമയത്തും, അന്ന് കിടക്കാൻ പോകുന്നതിന് മുമ്പ് അന്ന് നടന്ന ദുഃഖങ്ങളായിക്കോട്ടെ, നല്ല നല്ല കാര്യങ്ങളായിക്കോട്ടെ, എൻ്റെ അടുത്തൊരു വ്യക്തിയോട് ഞാൻ എങ്ങനെയാണോ അത് പറയുന്നത് അതേ രീതിയിലുള്ള നല്ലൊരു സംഭാഷണം ഞാൻ എന്നും ബാബയോട് നടത്താറുണ്ട്. കാരണം മനുഷ്യരോട് പറയുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ബാബ എന്നൊരു മഹാനായ സദ്ഗുരുവിനോട് നമ്മളെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. സന്തോഷം പറയുമ്പോൾ ഇരട്ടിക്കും കേട്ടോ, അതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇരട്ടിക്കും. ദുഃഖമാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ദുഃഖത്തിൻ്റെ ആ ഒരു കാഠിന്യം എന്ന് പറയുന്നത് ഒരുപാട് കുറയും. അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഒരാളില്ല എന്ന് തോന്നുന്ന സമയത്ത് ബാബയോട് ഓപ്പണായി പറയുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് മറ്റാരോട് പറയുന്നതിനേക്കാളുമുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. എന്നെപ്പോലെ ബാബ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതിന് നിങ്ങൾക്കും ഓരോരോ കാരണങ്ങൾ ഉണ്ടാകാം. അതെന്താണെന്നും കഴിയുമെങ്കിൽ ഷെയർ ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ബാബയുടെ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. ഓം സായിറാം.